ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ +1 എക്കണോമിക്സിൻ്റെ ക്രിസ്മസ് എക്സാം അങ്ങ് എടുത്തു അല്ലേ? നമുക്ക് ഡേറ്റ് വരുന്നത് 18-നാണ് ക്രിസ്മസ് എക്സാം വരുന്നത് എക്കണോമിക്സിൻ്റെ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കണ്ടു നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ എന്തൊക്കെയാണ് +1 എക്കണോമിക്സിൽ ക്രിസ്മസ് എക്സാമിന് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം കേട്ടോ. ഓക്കെ, അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഓർഗാനിക് ഫാമിംഗ്. അതെന്താണ് ഓർഗാനിക് ഫാമിംഗ്, എന്താണ് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും മെറിറ്റ്സും പിന്നെ അതിൻ്റെ ഇമ്പാക്റ്റുകളും എല്ലാം ഒന്ന് നന്നായിട്ട് നോക്കുക. ഓർഗാനിക് ഫാമിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓക്കെ, അത് പ്രകൃതിക്കും മനുഷ്യനൊക്കെ കൊടുക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഓർഗാനിക് ഫാമിംഗ് എന്താണെന്ന് നല്ല രീതിയിലൊന്ന് പഠിച്ചു വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് ഒരു ക്വസ്റ്റ്യനെയർ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പാർട്ടിലുള്ളതാണ് ക്വസ്റ്റ്യനെയറിൻ്റെ പ്രിപ്പറേഷൻ അല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെയർ ചോദിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, വലിച്ചു വാരി ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടുണ്ടോ, ചോദ്യങ്ങളുടെ നീളം എത്ര വേണം, അതുപോലെ ചോദിക്കേണ്ട രീതികൾ, അതേപോലെ ചോദ്യം തുടങ്ങുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം പിന്നെ സ്പെസിഫിക് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. വല്ലാതെ നീണ്ടു പോകാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോണ്ടൻറ്റ് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ലൊരു ക്വസ്റ്റ്യനെയറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ഉണ്ട്. അത് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, റെഡി അല്ലേ? പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. പോവേർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ പ്രോഗ്രാംസാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പോവേർട്ടിയുടെ ഭാഗത്തു നിന്ന് ആ ചോദ്യം നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് നല്ല രീതിയിൽ തന്നെ പഠിച്ചേക്കും. പിന്നെ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പല രീതികളിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്, ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി അറേ ഉണ്ടാക്കാൻ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, നമുക്ക് കുറേ നമ്പർ തരും. അപ്പോൾ ഈ നമ്പറിന് നമ്മൾക്കൊരു ഉപയോഗിച്ചൊരു ഫ്രീക്വൻസി അറേ ഉണ്ടാക്കാൻ പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് പ്രിപ്പയർ ചെയ്യണം അല്ലേ. 0 to 5, 5 to 10 എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ടാക്കണം. അതിനുശേഷം ഈ നമ്പർ, നമുക്ക് തന്നിട്ടുള്ള നമ്പർ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നനുസരിച്ച് അതിൻ്റെ ക്ലാസ്സിലേക്ക് ടാലി മാർക്ക് വെച്ചിട്ട് എഴുതണം. എന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസി എത്ര പ്രാവശ്യം ആ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് ഫ്രീക്വൻസി കോളത്തിൽ എഴുതണം. എന്നിട്ട് ആ ഫ്രീക്വൻസി കോളം ടോട്ടൽ ചെയ്തിട്ട് എഴുതണം. അത്രയേ ഉള്ളൂ. ഈ ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത് സിമ്പിളാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ പഠിക്കണം, മസ്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഓർഗാനിക് ഫാമിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തിൻ്റെ ബെനിഫിറ്റ്സ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ച് കണ്ടിട്ടുണ്ട് പല തവണകളായി, പല രീതികളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ നിങ്ങൾ ഏഴാമതായിട്ട് പാർട്സ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിന് പലതരത്തിലുള്ള പാർട്സ് ഉണ്ട്. അതിൻ്റെ ടൈറ്റിൽ ഉണ്ട്, യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ഉണ്ട്, ക്യാപ്ഷൻ ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട്, സോഴ്സ് ഉണ്ട്, അങ്ങനെ പല ഭാഗങ്ങളും ഒരു ടേബിളിനുണ്ട്. അപ്പോൾ ആ ഒരു ടേബിളിൻ്റെ പാർട്ടുകൾ പഠിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും ഒരു ടേബിൾ തന്നിട്ട് തന്നെ അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് പൈ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. പൈ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോരോ ഭാഗങ്ങളിലേക്ക് എങ്ങനെയാണ് ആ ഒരു ആംഗിളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒജീവിൻ്റെ പ്രിപ്പറേഷൻ മസ്റ്റാണ്, എന്തായാലും ഉണ്ടാവും. ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരയ്ക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനും പഠിക്കുക. പിന്നെ കാൽക്കുലേഷൻ ഓഫ് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഒരു എന്താ പറയുക, സംശയമില്ലാതെ പറയാൻ പറ്റിയൊരു ഏരിയ ആണ് കാൽക്കുലേഷൻ ഓഫ് മീൻ, മീഡിയൻ, മോഡ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന് വരെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് പഠിക്കുക കേട്ടോ. നമ്മൾ A+ ലെവലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒജീവും പൈ ചാർട്ടും മീൻ, മീഡിയൻ, മോഡ് കണ്ടുപിടിക്കുന്നതും എല്ലാം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു പ്ലേലിസ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, പഠിക്കുക, മസ്റ്റായിട്ട്
പഠിച്ചാൽ നമുക്ക് A+ ഒക്കെ സിമ്പിളാടോ. നമുക്ക് തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും, എഴുതാനും പറ്റും. റെഡി അല്ലേ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.